ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2025 ജനുവരി 12 ഞായർ രാത്രി 8 മണി മുതൽ ജനുവരി 23 വ്യാഴം രാത്രി 8 മണി വരെ. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി 1 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം. ധനുവിന്റെ തിരുവാതിര നാളിൽ ഭക്തർക്ക് ദർശനപുണ്യം നൽകി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ നട തുറന്നു. ഇനിയുള്ള 11 ദിനങ്ങൾ ഉമാമഹേശ്വര അനുഗ്രഹത്താൽ ക്ഷേത്രസന്നിധി ഭക്തിസാന്ദ്രമാകും. നടതുറപ്പ് ഉത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിൽ നിന്നാണ് ആരംഭിച്ചത്. മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം അകവൂർ ചാത്തന്റെ സന്നിധിയിലെ കെടാവിളക്കിൽ നിന്ന് അതിർത്ത് പരമേശ്വർ പകർന്നു നൽകിയ ദീപവും മനയിലെ കാർണവർ അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാന്റെ പക്കൽ നിന്ന് ഉമാമഹേശ്വരന്മാർക്ക് ചാർത്തുന്നതിനുള്ള തിരുവാഭരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി യു രാധാകൃഷ്ണൻ, സെക്രട്ടറി എ എൻ മോഹനൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി പ്രത്യേകം അലങ്കരിച്ച രീതിയിൽ പ്രതിഷ്ഠിച്ചു. വിവിധ വാദ്യമേളങ്ങളുടെയും പൂക്കാവടികളുടെയും മകമ്പടിയോടെ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ട് നീങ്ങിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ബാലികമാരും യുവതികളും പൂത്താലങ്ങളേന്തി അണിനിരുന്നു. ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി വീതികൾക്കിരുവശവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തിങ്ങി നിറഞ്ഞത്. 3.5 മണിക്കൂർ പിന്നിട്ട് ഘോഷയാത്ര രാത്രി 7 മണിയോടെ ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി രഥത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലിലെ വിഗ്രഹങ്ങളിൽ അണിയിച്ചു. തിരുമുഖത്തോടൊപ്പം ചെറുതാലിക്കൂട്ടം, കാശാലി, പൂത്താലി, നാഗപടത്താലി, പാലയ്ക്ക, കെട്ടരമ്പ് എന്നിവ ചാർത്തി ദേവിയെ സർവാഭരണ വിഭൂഷിതയാക്കി. ശ്രീ മഹാദേവനും ആഭരണങ്ങൾ അണിയിച്ചു. ക്ഷേത്ര ഊരാന്മക്കാരായ അകവൂർ, വെടിയൂർ, വെൺമണി മാനകളിലെ പ്രതിനിധികളും സമുദായ തിരുമേനിയും ദേവിയുടെ ഉറ്റതോയി സങ്കല്പമായ പുഷ്പണിയും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ദേവിയുടെ തിരുനടയുടെ മുന്നിലെത്തിയതോടെ നട തുറക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രാചാരപ്രകാരമുള്ള പരമ്പരാഗത ചടങ്ങുകൾ പൂർത്തിയാക്കി സമുദായ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ബ്രാഹ്മണി അമ്മ നട തുറന്നാലും എന്ന് പറയുകയും മേൽശാന്തി ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു. തിരുനട ദർശനത്തിനായി തുറന്നപ്പോൾ പഞ്ചാക്ഷരി മന്ത്രങ്ങളാലും ദേവീസ്തുതികളാലും ക്ഷേത്ര പരിസരം മുഖരിതമായി. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന്റെ ദർശന സാഫല്യത്തിനും ചടങ്ങുകൾ കാണുന്നതിനുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തിങ്ങി നിറഞ്ഞിരുന്നത്. ദർശനത്തിന് ശേഷം രാത്രി 10 നടടച്ച് ദേവിയെ പാട്ടുപുരയിലേക്ക് ആനയിച്ചു. പിന്നീട് ദേവിയെ സൂചിച്ചുകൊണ്ടുള്ള തിരുവാതിരകളെയും പൂത്തിരുവാതിര ചടങ്ങുകളും പാതിരാപ്പൂ ചൂടലും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി കെ നന്ദകുമാർ, പബ്ലിസിറ്റി കൺവീനർ MS അശോകൻ, മാനേജർ MK കലാധരൻ, ഊരാന്മ കുടുംബങ്ങളായ അകവൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അകവൂർ ഹരിദാസ് നമ്പൂതിരിപ്പാട്, തപൻ അകവൂർ, ക്ഷേത്ര ട്രസ്റ്റ് അംഗം A മോഹൻകുമാർ തുടങ്ങിയവർ നടതുറപ്പ് ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. ഭക്തജനങ്ങൾക്ക് പുഷ്പാഞ്ജലികൾ, ധാര, ബ്രാഹ്മണി പാട്ട് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും പട്ട്, പുടവ, ഇണപ്പുടവ, താലി, തൊട്ടിൽ, വാൽക്കണ്ണാടി എന്നിവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ദേവി പ്രസാദമായ അരവണപ്പായസം, അപ്പം, അവൽ, നിവേദ്യം എന്നിവ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കും. ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ, മഹാദേവൻ, എള്ളുപറ മുതലായ പറകൾ നിറയ്ക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസവും രാവിലെ 9 മുതൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടാവും. നടതുറപ്പ് വേളയിൽ രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും 2 മുതൽ രാത്രി 9 മണി വരെയുമാണ് ദർശനം സാധ്യമാകുക. നടതുറപ്പ് മഹോത്സവം 23-നാണ് സമാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവൈരാണിക്കുളം.